വചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയും ദേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ ആത്മമരണം മാറും, നീതിയിൽ അവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. അന്ധനു കാഴ്ച നൽകുവാൻ വചനം ജ്ഞാനമാ, സത്യത്തിൽ അത് കാക്കുവാൻ സ്വർഗത്തിൻ ദാനമാ. ഒഴിയാൻ നിത്യനാശം, നാളിനൊരു പ്രകാശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. സത്യദൈവത്തിൻ ഭക്തന്മാർ വചനം കാക്കയാൽ സൽപ്രവൃത്തിക്കു ശക്തന്മാർ ആകുന്നു നാൾക്കുനാൾ. ദൈവമുഖപ്രസാദം നിത്യമവകാശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ലോകങ്ങൾ അവസാനിക്കും, വാനവുമില്ലതാ. ദൈവവാക്കു പ്രമാണിക്കും, ഭക്തനോ നിത്യനാ. വാട്ടം മാലിന്യം നാശം, ഇല്ലാത്തൊരവകാശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. 119 സങ്കീർത്തനം 18 വാക്യം. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണം. ഇവിടെ ന്യായപ്രമാണം എന്ന് വിവക്ഷിക്കുന്നത് ദൈവം നമുക്ക് കനിഞ്ഞു നൽകിയിട്ടുള്ളതായ ദൈവവചനമാണ്. ഈ ദൈവവചനത്തിലെ ഓരോ കാര്യങ്ങളും എടുത്തു പരിശോധിച്ചാൽ അത് അത്ഭുതാവഹമാണ് എന്ന് കണ്ടെത്തുവാൻ കഴിയും. ഇതിൻ്റെ ആദ്യ അവസാനം നാം നോക്കുമ്പോൾ എത്ര വലിയ അത്ഭുതങ്ങളാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ദൈവവചനം അത്ഭുതങ്ങളുടെ ഒരു വലിയ കലവറയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ദൈവവചനത്തെ ദൈവാത്മാവിൻ്റെ പ്രേരണയാൽ വായിക്കുന്ന ഒരു വ്യക്തിക്കാണ് ഇത് ബോധ്യപ്പെടുക. അല്ലാത്ത ഒരു വ്യക്തിക്ക് സാധാരണയായി ഒരു പത്രം വായിക്കുന്നത് പോലെ വായിക്കുന്ന ഒരാൾക്ക് ഇതിലെ യാതൊരു കാര്യങ്ങളും അത്ഭുതമായിട്ട് തോന്നുവാൻ സാധ്യതയില്ല. എന്നാൽ ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതായ ഒരു വ്യക്തിക്ക് ഇതിലെ അത്ഭുതങ്ങൾ ഒന്നൊന്നായി കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നു. ആ അത്ഭുതാവഹമായ കാര്യങ്ങളുടെ ഒരു വലിയ ഘോഷയാത്ര തന്നെ തിരുവെഴുത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ വായിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും നമ്മുടെ മുൻപാകെ തെളിഞ്ഞു വരുന്നു എന്നുള്ളത് എത്രയോ ഹൃദ്യമായ ഒരു കാര്യമാണ്. അനേക ഗ്രന്ഥങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അനേക മതഗ്രന്ഥങ്ങൾ തന്നെയുണ്ട്. അവയിൽ പലതും അബദ്ധജടിലങ്ങളായ കെട്ടുകഥകളുടെ വലിയൊരു സമാഹാരമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. പലതും അടിസ്ഥാനങ്ങളില്ലാത്ത അവിശ്വസനീയമായ കെട്ടുകഥകളാൽ നിറഞ്ഞിരിക്കുന്ന പുസ്തകങ്ങളാണ്.
എന്നാൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്നത് ദൈവശ്വാസീയമായ ദൈവവചനമാണ്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ഈ ദൈവവചനം അത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അത്ഭുതങ്ങളുടെ വലിയ ഒരു കലവറയായിട്ട് നമുക്കതിനെ കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം മുതൽ ആ അത്ഭുതങ്ങളുടെ ഘോഷയാത്ര ആരംഭിക്കുകയാണ്. അവിടെ നാം കാണുന്നത് ഈ ലോകത്തിൻ്റെ, ഈ അഖിലാണ്ടത്തിൻ്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ചാണ്. ഉൽപ്പത്തി വിവരം എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് ദൈവാത്മാവ് വളരെ കൃത്യമായും വ്യക്തമായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യൻ ഊഹാപോഹങ്ങളിലൂടെ, കെട്ടുകഥകളിലൂടെ ഉണ്ടാക്കിയെടുത്തതായ കാര്യങ്ങൾ അല്ല അവിടെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അവിടെ എഴുതിയിട്ടുള്ളത് വലിയവനായ ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അവിടെ ആദിയിൽ എന്ന് പറയുന്നത് തന്നെ പൂർവ്വകാല നിത്യതയെ സൂചിപ്പിക്കുന്നതായ ഒരു വാക്കാണ്. നമുക്കറിയാം, നിത്യതയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവിടെ ഒരു സമയബന്ധിതമായി അതിനെ പറയുവാൻ നമുക്ക് സാധ്യമല്ല. ഇന്ന സമയം എന്ന് സൂചിപ്പിക്കുവാൻ കഴിയാത്തവണ്ണം അത്രമാത്രം ആഴത്തിലുള്ളതാണ് നിത്യത എന്ന് പറയുന്നത്. അങ്ങനെ അനന്തമായ നിത്യതയുടെ ഏതാണ്ടൊരു സമയത്ത് ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഈ ജീവിതങ്ങളെ ആധാരമാക്കിക്കൊണ്ട് പറയുമ്പോൾ പൂർവ്വകാല നിത്യതയിൽ വലിയവനായ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായി ദൈവവചനം രേഖപ്പെടുത്തുകയാണ്. ദൈവം ആദിയും അന്തവും ഇല്ലാത്തവനാണ്. അങ്ങനെ അനശ്വരനായ, ആദിയും അന്തവും ഇല്ലാത്ത, അപ്രമേയനായ ഈ ദൈവം അനന്തമായ നിത്യതയുടെ ഏതോ ഒരു സമയത്ത് നമ്മെ ഒരു കാലബന്ധിതമായി സൃഷ്ടിച്ച് ഭൂമിയിലാക്കിയതിന് ശേഷം നമ്മുടെ പൂർവ്വകാല നിത്യതയിൽ വലിയവനായ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് എത്രയോ അത്ഭുതാവഹമായ ഒരു കാര്യമാണ്. മനുഷ്യൻ കാലക്രമേണ ബുദ്ധിവികാസം പ്രാപിച്ചപ്പോൾ പല കാര്യങ്ങളുടെ ഉത്തരം കണ്ടെത്തുവാൻ ശാസ്ത്രത്തിൻ്റെ സങ്കേതം ഉപയോഗിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ശാസ്ത്രത്തിൻ്റെ സഹായത്താൽ പല പല കാര്യങ്ങളുടെയും ഉത്തരം കണ്ടെത്തുവാൻ അവർ ശ്രമിച്ചു. അങ്ങനെ ഈ അഖിലാണ്ടത്തിൻ്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച്, അതുപോലെ മറ്റു വിവിധങ്ങളായ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഉത്തരം കണ്ടെത്തുവാൻ ശ്രമിച്ചു. എങ്കിലും അവരുടെ ഉത്തരങ്ങൾക്ക് കൃത്യതയില്ലാതെ പലതും ഊഹാപോഹങ്ങളിൽ അധിഷ്ഠിതമായിട്ടിരിക്കുന്ന കാര്യമായിട്ടിപ്പോഴും അവശേഷിക്കുമ്പോൾ ദൈവവചനം വളരെ വ്യക്തമായി കൃത്യമായി നമ്മോട് പറയുന്നതായ സത്യങ്ങൾ തീർച്ചയായും വിശ്വസനീയമാണ് എന്നുള്ളത് എത്രയോ അനുഗ്രഹകരമായ ഒരു സംഗതിയായിട്ടിരിക്കുന്നു. ഇന്ന് രാവിലെ ഈ ദൈവവചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ദൈവം നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓരോ ദിവസവും നാം ഈ ദൈവവചനം ധ്യാനിക്കുമ്പോൾ ദൈവവചനം പറയുന്നത് പോലെ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ഇതിലെ അത്ഭുതാവഹമായ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതിനെ വിവേചിച്ചറിയുവാനും ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതം ഇന്ന് രാവിലെ ഒന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതേതാണ്? മറ്റൊന്നുമല്ല, വലിയവനായ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് ജനിച്ചു വീണു എന്നുള്ളതാണ്. ഒരു മനുഷ്യ വേഷം ധരിച്ച് അവിടുന്ന് ഭൂമിയിലേക്ക് ജനിച്ചു വീണു. ഫിലിപ്പ് ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇത് ഏറ്റവും വലിയ അത്ഭുതമായി നമുക്ക് കാണുവാൻ സാധിക്കും. സകല അഖിലാണ്ടത്തെ നിർമ്മിച്ച വലിയവനായ ദൈവം കേവലം ഒരു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണു എന്നുള്ളത് എത്ര വലിയ അത്ഭുതകരമായ ഒരു കാര്യമാണ്. നാം അധിവസിക്കുന്നതായ ഈ ഭൂമി അത് മനുഷ്യൻ്റെ പാർപ്പിന് വേണ്ടി ദൈവം ഉണ്ടാക്കിയിരിക്കുന്നതായ, ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതായ ഒരു ഗോളമാണ്. അവിടേക്ക് ദൈവം തന്നെ ഒരു മനുഷ്യനായി ജനിച്ചു വീഴുക എന്ന് പറയുന്നത് അത്ഭുതാവഹമായ കാര്യമല്ലേ പ്രിയമുള്ളവരെ? ഇത്രയും വലിയ അത്ഭുതം മറ്റൊരിടത്തും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അനേക മതഗ്രന്ഥങ്ങൾ അനേക കാര്യങ്ങൾ കെട്ടുകഥകളായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം കെട്ടുകഥകളുടെ വലിയ ഒരു സമാഹാരമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അടിസ്ഥാനങ്ങളില്ലാത്ത വെറും കെട്ടുകഥകളായി മാത്രം അവ നിലകൊള്ളുമ്പോൾ അത്യുന്നതനായ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു എന്നുള്ളത് ദൈവവചനം വളരെ കൃത്യമായും വ്യക്തമായും നമ്മോട് പറയുമ്പോൾ തന്നെ അത് ചരിത്രത്തെ രണ്ടായി വിഭജിച്ച ഒരു സത്യമാണ് എന്നുള്ളത് ലോക ചരിത്രം പോലും സാക്ഷ്യപ്പെടുത്തുന്ന ഏറ്റവും അത്ഭുതാവഹമായ കാര്യമാണ് എന്നുള്ളത് ഇന്ന് രാവിലെ ഓർമ്മിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി ലോകത്തിലേക്ക് വന്നു.
അവിടുന്ന് 33.5 തിരുവയസ്സ് വരെ ഒരു മനുഷ്യനായി ഈ ലോകത്തിൽ ജീവിച്ചു. 33.5 തിരുവയസ്സിൽ അവിടുന്ന് സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിനു വേണ്ടി ഒരു യാഗമായി അർപ്പിക്കപ്പെട്ടു. ദൈവം തന്നെ നടത്തിയതായ അത്ഭുതകരമായ ഒരു യാഗമായിരുന്നു അത്. ആ യാഗത്തിലൂടെ സകല മനുഷ്യവർഗത്തിനും ദൈവം കൊടുത്ത പാപമോചനം എന്ന് പറയുന്നത് എത്രയോ അത്ഭുതാവഹമായ ഒരു കാര്യമാണ്. ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ രക്തം നമ്മുടെ പാപത്തിനു വേണ്ടിയാണ് ഒഴുക്കപ്പെട്ടത് എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നു. നാം വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നോക്കുക, എത്രയോ അത്ഭുതാവഹമായി നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ വലിയവനായ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇത് ദൈവവചനം നമ്മെ അറിയിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതകരമായ ഒരു വസ്തുതയാണ്. ഒരു മനുഷ്യനും ചെയ്യുവാൻ സാധ്യമല്ലാത്ത ഒരു വസ്തുതയാണ് നാം ഈ തിരുവെഴുത്തിലൂടെ കാണുന്നത്. ആ ദൈവം നമ്മെ സ്നേഹിച്ചു, നമ്മെ ഇപ്പോഴും സ്നേഹിക്കുന്നു, സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ ദൈവം നമ്മെ കരുതുന്ന ദൈവമാണ്. ഈ തിരുവെഴുത്തിൻ്റെ ഓരോ ഭാഗങ്ങളും പരിശോധിച്ചാൽ ദൈവം നമ്മെ അത്ഭുതകരമായി കരുതുന്ന വിധങ്ങളും ഇതിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ കഴിഞ്ഞ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നമ്മെ ഏതെല്ലാം നിലയിലാണ് പുലർത്തിയത്, അത്ഭുതകരമായി നമ്മെ പോഷിപ്പിച്ച, അത്ഭുതകരമായി നമ്മെ നടത്തിക്കൊണ്ടുവന്ന എല്ലാ വഴികളും നമുക്ക് ഈ തിരുവെഴുത്തിലൂടെ കാണുവാൻ സാധിക്കും. അങ്ങനെ ദൈവാത്മാവിൻ്റെ പ്രേരണയാൽ നാം ഈ തിരുവെഴുത്ത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മോട് സംസാരിക്കുന്ന ദൈവവചനമാണ്. നമ്മുടെ വേദനകളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവവചനമാണ്. നമ്മെ തലോടുന്ന ദൈവവചനമാണ്. നമ്മുടെ ഹൃദയത്തിന് കുളിർമ നൽകുന്ന ദൈവവചനമാണ്. ജീവിതത്തിൻ്റെ വിവിധ കാരണങ്ങളാൽ തകർന്നിരിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്ന, ജീവിതത്തിൻ്റെ ആശ നഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകുന്ന, പ്രത്യാശ നൽകുന്ന, ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന ഏറ്റവും അത്ഭുതകരമായ സന്ദേശം ഈ തിരുവെഴുത്തിലുണ്ട്. ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ഈ തിരുവെഴുത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിന് ആധാരമായിട്ടുള്ള ഈ ദൈവവചനം, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ഈ ദൈവവചനം നമ്മെ ആശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ. അതെല്ലാ ദിവസവും ധ്യാനിക്കുവാനും അതിലൂടെ നമ്മുടെ ആത്മാവിന് കുളിർമ ലഭിക്കുവാനും നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന് ജീവിക്കുവാനും ദൈവകരങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. വീണ്ടും ആ വാക്യം ഒരു പ്രാവശ്യം കൂടെ ഞാൻ വായിക്കുന്നു. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ വചനം എത്രയോ ഹൃദ്യമായിട്ടുള്ളതാണ്. ദൈവശ്വാസീയമായിട്ടുള്ള ഈ വചനം വായിക്കുവാനും ധ്യാനിക്കുവാനും അതിലെ അത്ഭുതങ്ങളെ കാണുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഇന്ന് രാവിലെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, കേവലം മാനുഷികമായ കാഴ്ചപ്പാടിലല്ല, ദൈവാത്മാവിൻ്റെ പ്രേരണയാലും ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിനാലും ഈ വചനത്തെ ധ്യാനിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോൾ തിരുവെഴുത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. കർത്താവേ, തേനിലും തേൻകട്ടയിലും മാധുര്യമേറിയ അവിടുത്തെ വചനം ഞങ്ങളെ ആശ്വസിപ്പിക്കുവാനും ഞങ്ങളെ ധൈര്യപ്പെടുത്തുവാനും പ്രത്യാശിക്കുവാനും ഇടയാക്കുന്ന ദൈവവചനം ഇന്ന് പകലിൽ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി ക്രിയ ചെയ്യുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ കർത്താവെ, സമാധാനമില്ലാത്തവർക്ക്, സന്തോഷമില്ലാത്തവർക്ക്, അതുപോലെ ജീവിതത്തിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് വലിയൊരു പ്രത്യാശയുടെ സഹായം നൽകുന്ന, വലിയ പ്രതീക്ഷയിലേക്ക് അവരെ നയിക്കുന്ന, അവരെ ആശ്വസിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന വചനം അവരുടെ ഹൃദയങ്ങളിൽ നൽകി അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കർത്താവെ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് തന്നെ എത്രയോ വലിയ അത്ഭുതാവഹമായ ഒരു കാര്യമാണ്. അത് ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു. അങ്ങനെ കർത്താവെ, അത്ഭുതങ്ങളുടെ വലിയൊരു കലവറ തന്നെ ഈ തിരുവെഴുത്തിലൂടെ ഞങ്ങൾക്ക് അവിടുന്ന് അനുഭവവേദ്യമാക്കിയതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം മുഴുവൻ കർത്താവെ ഈ വചനത്തിൻ്റെ അനുഗ്രഹത്താൽ, ഈ വചനത്തിലെ അത്ഭുതകരമായ കാര്യങ്ങളുടെ ചിന്തയാലും ധ്യാനത്താലും ഞങ്ങൾ അനുഗ്രഹീതരായി ജീവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.